മുത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിപ്പികളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ മൺതരിയോ ചെറിയ പാരസൈറ്റോ വല്ലതും ചിപ്പികളുടെ അകത്ത് പ്രവേശിക്കുമ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി കാൽഷ്യം കാർബണേറ്റ് നിറഞ്ഞ നൈക്കർ എന്ന ദ്രാവകം പലതവണയായി പൊതിയുന്നു. ഈ ദ്രാവകം പതിയെ പതിയെ ഉറച്ച് കട്ടിയാകുന്നു. അങ്ങനെ മുത്തുകൾ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ കണ്ണിൽ ഒരു ചെറിയ തരി വന്നു വീണു എന്ന് പറയുക. നമ്മുടെ കണ്ണ് സ്വയരക്ഷയ്ക്ക് വേണ്ടി കണ്ണുനീർ ഉത്ഭവിപ്പിക്കുന്നില്ലേ? അതേപോലെ തന്നെയാണ് ചിപ്പികളും. വെള്ള, പിങ്ക്, ഗ്രേ, സിൽവർ, പർപ്പിൾ, ലാവൻഡർ, ചുവപ്പ്, നീല, പച്ച, ചോക്ലേറ്റ്, കറുപ്പ് എന്നീ നിറങ്ങളിൽ മുത്തുകൾ ലഭ്യമാണ്. ചിപ്പികളെ ഫാമിൽ വലിയ തോതിൽ പരിപാലിച്ച് ആർട്ടിഫിഷ്യലായിട്ട്, അതായത് വേണമെന്നേ ഇറിറ്റേഷൻ ഉള്ള ഒരു വസ്തു ചിപ്പികളുടെ ഉള്ളിൽ വെച്ച് മുത്തുകൾ ഉണ്ടാക്കുന്നു. ഇനി ഞാൻ അടുത്തതായി എന്ത് ടോപ്പിക്കാണ് സംസാരിക്കേണ്ടത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ആ ടോപ്പിക് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.